രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. സന്ദർഭമൊക്കെ നമുക്കറിയാം. ഏലിയാവ് എലീശയെ കണ്ടെത്തി. നിങ്ങൾക്ക് ആ ഭാഗം അറിയാമോ? പുറപ്പെടുന്ന അവസരം, ആ സ്ഥലം, ആ ഭാഗത്തേക്കൊന്ന് വന്നേൻ. അവിടെ വളരെ രസകരമായ ഒരു സന്ദർഭമുണ്ട്. ഏലിയാവിനോട് ദൈവം പറയുന്നു, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുന്നു 19:16, നീ നിംശിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മെഹലോത്തിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ദൂത് പ്രാപിച്ചിട്ട് 19-ാം വാക്യം, അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട്, ഏലിയാവ് അവിടെ നിന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടെത്തി. അതിൽ അടിവരയിടേണ്ട വാക്കേതാ? കണ്ടെത്തി എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരുത്തം നിൽക്കുന്ന കണ്ട് പുറപ്പങ്ങോട്ട് ഇട്ടതല്ല. എലൈജ വാസ് സെർച്ചിങ് ഫോർ ദാറ്റ് മാൻ. നീ എലീശ എന്ന് പറയുന്ന ഒരുവനെ, അതുകൊണ്ട് അപ്പൻ്റെ പേരും കൂടെ പറഞ്ഞു കൊടുത്തു, നീ എന്ത് ചെയ്യണം, അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് അവനെ നോക്കി നടക്കുക. കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? അന്വേഷിപ്പിൻ കണ്ടെത്തും. സുവിശേഷം പറയാൻ ഒരാളെ നീ അന്വേഷിക്കുക, നിനക്ക് കണ്ടെത്താൻ പറ്റും. നിന്നോട് ദൈവം ചെയ്ത ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നീ അന്വേഷിക്കുക, നിനക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഏലിയാവ് ഇവനെ എന്ത് ചെയ്തു? കണ്ടെത്തി എന്നാ പറയുന്നത്. ദൈവം പറഞ്ഞ കുറച്ചേരൊക്കെ നോക്കിയാണ്, ആരെയും കണ്ടില്ല, എന്നാൽ പിന്നെ ഇത് ആരുടെയെങ്കിലും പുറത്ത് ഇട്ടേക്കാന്ന് പറഞ്ഞു പോയതല്ല. അവൻ കാണുന്നിടം വരെ അവരെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ കണ്ടെത്തി അവൻ അന്ന് മുതൽ അവൻ്റെ എന്ത് ചെയ്തു? ശിഷ്യനായിട്ട് മാറി. ഇനി തുടർന്ന് അവർ ഒന്നിച്ച് അവരുടെ യാത്ര. അങ്ങനെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് നാം വരിക. 2-ാം പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഏലിയാവിനെ ചുഴലിക്കാറ്റ് എടുക്കാനായിട്ട് ദൈവം എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഏലിയാവിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിന് ഒത്തിരി കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. Elijah was a man who walked in the will of God and in the ways of the Lord. ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യനും ദൈവ വഴിയിൽ നടന്നൊരു മനുഷ്യനുമായിരുന്നു ഏലിയാവ്. കൂടെ ഇപ്പോൾ എലീശായുമുണ്ട്. അങ്ങനെ ഇവരൊന്നിച്ച് നടന്നും ശുശ്രൂഷിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഏലിയാവിനെ ചുഴലിക്കാറ്റിലെടുക്കാൻ സമയമായി. ഏലിയാവ് എലീശയോട് പറയുന്നു, ദൈവം എന്നെ ചുഴലിക്കാറ്റിലെടുക്കാൻ പോവുക, നീ അതുകൊണ്ട് എന്ത് ചെയ്തോളൂ. ആദ്യം പറഞ്ഞു ഗിൽഗാലിൽ താമസിച്ചോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിൻ്റെ കൂടെ തന്നെ പോരുക. എലീശയുടെ ജീവിതം പഠിച്ച ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കാൻ, പെർസ്യൂയിങ് വിത്ത് എ പർപ്പസ്. ഒരു ഉദ്ദേശത്തോടു കൂടെ അവന് ഏലിയാവിൻ്റെ പിന്നാലെ നടക്കുന്നത്. നമ്മൾ പലതിൻ്റെ പുറകെ നടക്കുന്ന എന്തോ ഒരു ഉദ്ദേശവും ഇല്ല, ചുമ്മാ ഒരു ഓളത്തിന് അങ്ങ് പോവുക. നമ്മോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എന്നാ പറയാനുണ്ട്? നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ വർഷങ്ങളായിട്ട് താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, നിനക്കൊരു അവസരം കിട്ടിയാൽ, അത് പ്രകടമാക്കാൻ ഒരു അവസരം ലഭിച്ചാൽ, നീ എന്തുമായിരിക്കും ദൈവത്തോട് ചോദിക്കുന്നത്? Elisha was following Elijah with a purpose. ഒരു വലിയ ഉദ്ദേശമുണ്ട്. നോക്കാം. അങ്ങനെ ഗിലെയാദിൽ നിന്ന് ഒരു ബേഥേലിൽ ചെല്ലുന്നു. ബേഥേലിൽ നിന്ന് എരിഹോവിൽ പോകുന്നു. എരിഹോവിൽ നിന്ന് അവർ യോർദാൻ്റെ അടുക്കലോളം എത്തുക. എന്നിട്ട് ഇവൻ അവൻ്റെ പിന്നാലെ നടക്കുക.
ഏലിയാവിനും മനസ്സിലായി ദർ ഈസ് എ ഹിഡൻ ഡിസയർ. ഇവൻ്റെ ഉള്ളിൽ എന്തോ ഇതുവരെ എന്നോട് പറയാത്തൊരു ആഗ്രഹമുണ്ട്. ചിലരുടെ നടപ്പ് കാണുമ്പോൾ അറിയാം അല്ലേ, ചിലരുടെ യാത്ര കാണുമ്പോൾ നമുക്കറിയാം ദർ ഈസ് സംതിങ്. അല്ലെങ്കിൽ ഇത്രയും കഷ്ടം സഹിച്ച് എന്തെല്ലാം ഓഫർ കൊടുത്തെന്നറിയാമോ നമ്മുടെ എലീശയ്ക്ക്? അതെല്ലാം വേണ്ട 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 എന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ പിന്നാലെ വരുന്നെങ്കിൽ there is something in him that I have never known yet. ഇതുവരെ ഞാൻ അറിയാത്ത എന്തോ ഒരു ആഗ്രഹം അവൻ്റെ ഹൃദയത്തിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാം, ഇത്രയും വലിയ പ്രവാചകനാകുന്ന ഏലിയാവിന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലയോ? ഞാനൊരു കാര്യം പറയാം, ഏലിയാവിന് മാത്രമല്ല ഏലിശയ്ക്കും ചിലതൊന്നും മനസ്സിലാകാതെ പോയിട്ടുണ്ട്. ചിലരൊക്കെ പുറകെ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാന്ന് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഏലിശയുടെ പിന്നാലെ ഒരാൾ നടന്നില്ലേ, ആരാ? ഗേഹസി. അവൻ്റെ ഉദ്ദേശം എന്തുവായിരുന്നു? ഒരു തോട്ടം മുന്തിരിത്തോട്ടം കിട്ടി അങ്ങ് പോവുക, അതിനുവേണ്ടി നടന്നേ. അത് കിട്ടിയ ചാൻസ് കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അതവൻ എന്ത് ചെയ്തു? കൈക്കലാക്കി അവൻ എന്ത് ചെയ്തു? നാടും വിട്ടു. പക്ഷെ ആരിത് മനസ്സിലാക്കിയില്ല. ഏലിശ മനസ്സിലാക്കാൻ ഏലിശയ്ക്ക് സാധിച്ചില്ല. എത്ര ദൈവകൃപയുള്ളവരാണെങ്കിലും ചിലരെയൊന്നും ഉള്ളിലിരിപ്പ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്തെന്ന് എഴുതിയില്ല, വെളിപ്പെടും. പക്ഷെ വെളിപ്പെടും, അവസരം വരുമ്പോൾ അവസാനം അത് എന്ത് ചെയ്യും? ഇതിനായിരുന്നോ ഇവൻ ഇത്രയും നാൾ ഇങ്ങനെ ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ അച്ഛാ 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 എന്ന് വിളിച്ച് നടന്നത്? എന്തോതിനായിരുന്നു? അച്ഛൻ്റെ മോളെയായിരുന്നു നോട്ടം മുഴുവന്. അത്രയും പറഞ്ഞ് അങ്ങ് വിടുക ആ ഭാഗം. എനിക്ക് അങ്ങനെ അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. എനിക്കതില്ലാത്തതിനാ സ്തോത്രം. പേടിക്കണത് ഇന്നത്തെ കാലത്ത്. ഇവൻ ഇത്രയും നാൾ ഇങ്ങനെ നടന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തായിരുന്നു ഇവൻ്റെ ഉദ്ദേശം? ഇംഗ്ലീഷിൽ പറയും ഹിസ് ഐസ് ആർ ഓൺ ദ സ്പാരോസ്. എലിശയുടെ ഉദ്ദേശം എന്തുവായിരുന്നു? എൻ്റെ യജമാനന്മേലുള്ള, ഞാനൊരു കാര്യം ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇസ് ദർ എനിത്തിങ് ഇൻ യു ദാറ്റ് ദ നെക്സ്റ്റ് ജനറേഷൻ വിൽ ഡിസയർ ഫ്രം യു? നിന്നിലുള്ള ഏതൊന്നായിരിക്കും അടുത്ത തലമുറ നിന്നിൽ നിന്ന് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഏതായിരിക്കും? നിന്നിലുള്ള ഏതൊന്നാണ് അടുത്ത തലമുറ നിന്നിൽ നിന്ന് കൈമാറി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്? വല്ലതും ഉണ്ടോ? ഏലിയാവിൻ്റെ പുറകെ നടന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇതൊക്കെ ഇത്രയും നല്ല സ്ഥാനങ്ങൾ ഇവനെ കൊടുത്തിട്ട്. ഏതാ? ഗിൽഗാലില് നല്ലൊരു സ്ഥാനം, ബേഥേലില്, എരിഹോവില്, യോർദാനിൽ, ഇവിടൊക്കെ ഇത്രയും നല്ലൊരു പൊസിഷൻ ഇവന് കൊടുത്തിട്ട് ഇവൻ നോ പറഞ്ഞ് എൻ്റെ പിന്നാലെ വരുന്നെങ്കിൽ ദർ ഈസ് സംതിങ്, എന്തോ അവനിൽ എന്നോട് പറയാത്ത എന്തോ ഒന്ന് അവനിൽ ഉണ്ട്. സമയമായപ്പോൾ ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ അനുഗമിച്ച് നടക്കുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്നാ? ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. നമുക്കാണ് ഇങ്ങനൊരു അവസരം ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് എന്തുമായിരിക്കും? നമ്മൾ അവസരം വരെ ഒന്നും കാത്തിക്കില്ല, അതിന് മുമ്പേ എന്ത് ചെയ്ത് കളയും? ചോദിച്ചു കളയും വേണമെങ്കിൽ അല്ലേ? നമുക്കാണ് ഇങ്ങനൊരു അവസരം ലഭിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? നോക്കാം നമുക്ക്. ഇവൻ ചോദിച്ചത് എന്നാണെന്നറിയാമോ? അത് രണ്ട് കാര്യങ്ങൾ എനിക്ക്
ഇവൻ്റെ ചോദ്യം കേട്ടപ്പോഴാ, അല്ലെങ്കിൽ ഇവൻ്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് യജമാനൻ പറഞ്ഞു, 10-ാം വാക്യം, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. തമ്പുരാനോട് വല്ലതും ചോദിക്കുന്നെങ്കിലേ പ്രയാസമുള്ള കാര്യം ചോദിക്കുക. സംതിങ് ഗ്രേറ്റ്. വലിയ കാര്യം ചോദിക്കുന്നത്. നമ്മളൊക്കെ ചോദിക്കുന്നത് എന്തുവാ? തീപ്പെട്ടി വേണം എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അതിന് തമ്പുരാനൊന്നും വേണ്ട. ദൈവത്തോട് വല്ലതും ചോദിക്കുന്നോ? വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തത്, വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്തത്, വേറെ എവിടെ നിന്നും കിട്ടാത്തത് നീ ദൈവത്തോട് ചോദിക്കുക. നിന്റെ ചോദ്യം കേട്ടിട്ട്, ഇവന്റെ ചോദ്യം കേട്ടിട്ട് ഏലിയാ പറയാ, എടാ മിടുക്ക, നീ ചോദിച്ചത് പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്തു അവൻ ചോദിച്ചതെന്ന് നോക്കാം. അവിടെ അതിലേക്ക് വരാനാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പറഞ്ഞുകൊണ്ട് വന്നേ. ഇവൻ ചോദിച്ചത് എന്തുവാ? നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എനിക്ക് വേണം, എൻ്റെ മേൽ വരണം. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ. അതിന് വേദപുസ്തക വെളിച്ചത്തിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. ഏതിനാ? ഇരട്ടി പങ്കിന്. അത് 3 കാര്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. നമ്മൾ കേട്ടേക്കുന്ന ചുമ്മാ ഇരട്ടി പങ്ക് ചോദിച്ചു പോന്നോട്ടെ, കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യട്ടെ, ഇത് കൂടുതലങ്ങ് പോന്നോട്ടെ, അർത്ഥമല്ല. അതിന് യഹൂദ പശ്ചാത്തലത്തിൽ ഒരർത്ഥമുണ്ട്. ഈ ഇരട്ടി പങ്ക് എല്ലാവർക്കും ഉള്ളതല്ല. ആർക്കുള്ളതാണെന്നറിയാമോ? ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അത് എല്ലാവർക്കും ചോദിക്കാൻ അവകാശമുള്ളൊരു പങ്കല്ല. ഒരുവൻ അത് ചോദിക്കണമെങ്കിൽ അവന് ചില യോഗ്യത ഉണ്ടായിരിക്കണം. വായിച്ചോ, ആവർത്തനം 21-17. യെസ്, മതി. അപ്പൊ ഇരട്ടി പങ്ക് ആർക്കുള്ളതാ? ആദ്യജാതനുള്ളതാ. അവൻ അനിഷ്ടയുടെ പുത്രനായാലും അത് അവനുള്ളതാ. അതെല്ലാവർക്കും ചോദിക്കാൻ അവകാശമില്ല. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്. ഒന്ന് അനിഷ്ടയാണ്, ഒരുത്തി ഇഷ്ടയാണ്. പക്ഷെ ആദ്യം ജനിച്ച കുഞ്ഞ് ആരിൽ നിന്നാ? അനിഷ്ടയിൽ നിന്നാണെങ്കിൽ പോലും അവനാണ് ഇരട്ടി പങ്കിന് അർഹൻ, യോഗ്യത. ശ്രദ്ധിച്ചാട്ടെ, എലിയാവിനോട് എലിശ ചോദിക്കുക, എനിക്ക് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ദാറ്റ് ഷോസ്, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഹിസ് പൊസിഷൻ, എൻ്റെ സ്ഥാനം, ഞാൻ ഇരട്ടി പങ്കിന് യോഗ്യനാണെന്നുള്ളത് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കുണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. The double portion is the sign of your position and also your birthrights. നിന്റെ ജന്മാവകാശത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഇരട്ടി പങ്ക്. അടുത്ത് നീ മാറിക്കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷയിൽ ഞാനതിന് യോഗ്യനാണ് എന്ന് എന്നോടുകൂടെ ഉള്ളവർ മനസ്സിലാക്കണമെങ്കിൽ ഐ നീഡ് ദാറ്റ് ബർത്ത് റൈറ്റ്സ്. എനിക്ക് ആ അവകാശം ലഭിച്ചേ പറ്റത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഒരു പൊത്തുവരുത്ത ജീവിതം നയിക്കാനല്ല ഇവൻ ആഗ്രഹിച്ചത്. നിന്റെ കാലശേഷം എനിക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് എനിക്കറിയാം. അതിനാവശ്യമായിരിക്കുന്ന ഒരടയാളമാണ് നിന്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്കെന്ന് പറയുന്നത്.
അപ്പൊ ഇരട്ടി പങ്ക് എന്നുള്ളത് അവൻ്റെ പദവിയെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. 2, ഇരട്ടി പങ്ക് എന്തിൻ്റെ അടയാളമാണെന്നറിയാമോ? ഒരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. 1 ശമൂവേൽ 1:5. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുത്തിരുന്നു. ഡബിൾ പോർഷൻ. ഇംഗ്ലീഷ് നോക്കിക്കോ, എന്താ കൊടുത്ത? ഡബിൾ പോർഷനാ. അപ്പൊ ഈ ഡബിൾ പോർഷൻ എന്തോത്തിന്റെ തെളിവാ? ദ സൈൻ ഓഫ് യുവർ മാസ്റ്റേഴ്സ് ലവ്. നിന്റെ യജമാനൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇരട്ടി പങ്ക്. 1, നിന്റെ അവകാശത്തിൻ്റെ, നിന്റെ സ്ഥാനത്തിൻ്റെ തെളിവ്. 2, നിന്നെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവം നിന്നെ എത്രമാത്രം കരുതുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഇരട്ടി പങ്കെന്ന് പറയുന്നത്. അവൻ ചോദിക്കുക, ഏലിയാവേ, എനിക്ക് ആവശ്യം നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കാ. കാരണം നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന്, നീ എന്നെ കരുതുന്നു എന്നുള്ളതാ. നിനക്ക് വേറെ ഒത്തിരി പ്രവാചകന്മാരുണ്ട്, വാസ്തവമാ. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി അങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരിക്കും എനിക്ക് ലഭിക്കുന്ന ആ ഇരട്ടി പങ്ക്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് നാം പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, എല്ലാവർക്കും ഉള്ളതുപോലെ അല്ല, ഐ നീഡ് സംതിങ് സ്പെഷ്യൽ. ഹന്നയ്ക്ക് മക്കളൊന്നുമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇരട്ടി പങ്കിൻ്റെ ആവശ്യമൊന്നും അവൾക്ക് ഇല്ല. പെനിനയ്ക്ക് മക്കളെല്ലാം ഉള്ളത്, ഇരട്ടി അവൾക്ക് കിട്ടിയ അവൾക്ക് ഉപകാരം. നമുക്ക് ചിലപ്പോൾ ചിലരോട് അസൂയ തോന്നാറില്ലേ? അവനെന്തിനാ അത്രയും ദൈവം കൊടുക്കുന്നത്? അവനതിൻ്റെ അത്രയ്ക്കുള്ള ചിലവും ആവശ്യമൊന്നും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ എന്ത് ചിലവാവുള്ളൂ, എന്നിട്ടും കർത്താവ് എനിക്കൊന്നും തീർന്നില്ല. ഒരു ചിലവില്ലാത്ത അവനാ അല്ലേ? അവനെന്ത് ചെയ്യുക? വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. കുഞ്ഞെ, ദാറ്റ്സ് ദ എക്സ്പ്രഷൻ ഓഫ് ഹിസ് ലവ്. ആ വ്യക്തിയെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദ ഡബിൾ പോർഷൻ ദാറ്റ് ഹി ഇംപാർട്ട്സ് ഇൻ ടു ദെയർ ഹാൻഡ്സ്. ദൈവം അവരുടെ കയ്യിൽ കൊടുക്കുന്ന ഇരട്ടി പങ്ക് ദൈവം അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളതാ. എലിശായെ അങ്ങനെ സ്നേഹിക്കാൻ കാര്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകം എലിശായെക്കുറിച്ച് പറയുന്നത്, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച് നടന്ന എസ് എ സെർവൻറ്റ്, ഒരു ദാസനെ പോലെ ഏലിയാവിനെ ശുശ്രൂഷിച്ച ഒരു മനുഷ്യനായിരുന്നു ആര്? എലിശ. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൻ്റെ പശ്ചാത്തലം പറഞ്ഞിട്ടുണ്ട്. 12 കാളയുള്ളവനാ. ഇപ്പോൾ അത് അത്രയും ബന്ധമല്ല. പണ്ടായി കൃഷിയുള്ളിടത്തൊക്കെയാ എത്രയേർ കാള ഉണ്ടെന്ന് നോക്കിയിട്ടാ അവരുടെ എന്ത് ചെയ്യുന്നത്? ആസ്തി അളക്കുന്നത്. അത്രയും ആസ്തിയുള്ള ഒരുവന് ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ, ദൈവിക വിളി ലഭിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാം ചപ്പൊന്നും ചവറൊന്നും എണ്ണി ഇവൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന, ഇവന് ദാസ്യവേല ചെയ്യുന്ന ഒരുവനായി തീർന്നെങ്കിൽ അവന് ഡബിൾ പോർഷൻ കൊടുത്ത് മാനിക്കുക എന്നുള്ള സ്വർഗത്തിൻ്റെ നീതിയാണ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ചിലരെയൊക്കെ ദൈവം അങ്ങനെ ചെയ്യാൻ പോവുക. നീ എന്ത് ചെയ്തെന്ന് അവനറിയാം, നീ എന്ത് പ്രവർത്തിച്ചെന്ന് അവനറിയാം, നീ എങ്ങനെ ശുശ്രൂഷിച്ചെന്ന് തന്നെ അറിയാം. ഇല്ലേ, ഇവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അല്ലേ, കണ്ട തനി ഭ്രാന്തനാന്ന് തോന്നുന്ന വേഷം അല്ലേ, അവൻ്റെ വസ്ത്രം ഒട്ടകരോമവും കൊണ്ടുള്ള ഉടുപ്പും, അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ പുറകെ നമുക്ക് തോന്നി കാണും. എൻ്റെ അപ്പ ഇങ്ങനെയും പറ്റുമോ? ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ പഠിച്ചു പോയാൽ നിങ്ങൾ എത്ര പേര് റാണി ഓർക്കുന്നുണ്ട്? റാണി സിസ്റ്റർ ഓർക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരാളേ ഉള്ളൂ, 2, 3 ഒന്ന് ഞാൻ ചെറിയ റാണി സിസ്റ്റർ അറിയാവുന്നത്. ദൈവൾക്ക് കുടുംബജീവിതത്തിലൊരു പെൺകുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞ്. പഠിക്കാൻ ബഹുസമർത്ഥ എന്ന് പറഞ്ഞാൽ ബഹുസമർത്ഥ. SSLCക്ക് നല്ല മാർക്കുണ്ട്, +2-നും നല്ല മാർക്കുണ്ട്. എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു റാങ്ക് വാങ്ങിച്ച് മെഡൽ വാങ്ങിച്ച് വന്നത്. ഈ കഴിഞ്ഞ ദിവസം അവരുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായിത്തീർന്നു.
അവളൊക്കെ MBBS പോകാമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത്ര ജീനിയസ് അവള്. ഞാൻ ചോദിച്ചു, റാണി നിൻ്റെ മോളെന്നാ ചെയ്യുക? പാസ്റ്ററെ, അവൾ പറഞ്ഞ് എനിക്ക് കർത്താവിൻ്റെ വേല മതി എന്ന് പറഞ്ഞിട്ട് അവൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അവൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുക. ഇപ്പോൾ എനിക്ക് എന്നെ അത്ഭുതം തോന്നി, എനിക്ക് സന്തോഷം തോന്നി. ഇത്ര ഉന്നത മാർക്കുള്ള ഈ കുഞ്ഞ് എൻ്റെ കർത്താവിനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ദൈവം എന്നെ വിളിച്ചെന്ന് പറഞ്ഞിട്ട്, ലോകത്തിലെ ഏതെങ്കിലും ഭൗതിക ജോലിയേക്കാളും വിദ്യാഭ്യാസത്തെക്കാളും ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു, വേലയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. ദാരിദ്ര്യത്തിലാ ജീവിതം എങ്കിലും അവളൊക്കെ പഠിച്ചു വന്ന കൊത്തിയെടുക്കാൻ ആളുണ്ട് അവളെ. അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കുന്നതിൽ അസൂയ തോന്നിയിട്ട് വല്ല അർത്ഥമുണ്ടോ? സകലതും വിട്ടേച്ച് ഈ ഭോഷനായ ഭ്രാന്തനായ ഈ പ്രവാചകൻ്റെ പിന്നാലെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യം അവൻ്റെ ജീവിതത്തിലില്ല. വേഷം കൊണ്ട് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്നാന്നറിയാം, ഒരു ഒറ്റയാനെ പോലെ നടക്കുന്ന ഇവൻ്റെ പിന്നാലെ ഇറങ്ങി അവന് ദാസ്യവേല ചെയ്യുന്ന ഇവനെ സ്വർഗം മാനിച്ചില്ലെങ്കിലല്ലേ എല്ലാ അത്ഭുതമുള്ളൂ. ചോദിച്ച ഉടനെ കൊടുത്തതിൻ്റെ കാര്യം എന്നാ? ഹി ഡിസേർവ്സ് ഇറ്റ്. അപ്പൊ ഇരട്ടി പങ്ക് വേദപുസ്തകത്തില് ഇറ്റ്സ് എ സൈൻ ഓഫ് ദ ലവ്. അത് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. 3, ഇരട്ടി പങ്ക് വേറൊന്നിൻ്റെയും കൂടെ അടയാളമാണ്. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, നിൻ്റെ പദവിയുടെ അടയാളമാണ്. 2, നിന്നോടുള്ള യജമാനൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. 3, ഇറ്റ്സ് എ സൈൻ ഓഫ് ദ റിവാർഡ്. നീ സഹിച്ച കഷ്ടതയ്ക്കുള്ള പ്രതിഫലത്തിൻ്റെ അടയാളമാണ്. തെളിവ് ഇയ്യോബ് 42:10. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചോ. ഭേദം വരുത്തി ഡബിൾ പോർഷൻ. മുമ്പുണ്ടായിരുന്നത് മുഴുവൻ എന്ത് ചെയ്തെന്നറിയാമോ? തമ്പുരാൻ എന്ത് ചെയ്തു? ഇരട്ടിയായി കൊടുത്തു. കാര്യം എന്നാ? തൻ്റെ കഷ്ടതയിൽ ദൈവത്തെ തള്ളി പറയാതെ, തൻ്റെ പരിശോധനയിൽ ദൈവത്തെ തള്ളി പറയാതെ, ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ചില വിഷയങ്ങളുടെ മുൻപിലും തള്ളിപ്പറയാതെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നടന്നവന് കർത്താവ് അവസാനം കൊടുത്ത തന്നെ ഇരട്ടി പങ്ക്. അപ്പൊ ഡബിൾ പോർഷൻ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഇരട്ടി എന്ന് പറയുന്നത് ഈ 3 കാര്യത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചോദിച്ചത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും യു ആർ ഗോയിങ് ടു ഹാവ് ഇറ്റ്. നിനക്കത് ഞാൻ തരാൻ പോവുക. അപ്പൊ ഇത് ഏലിശയ്ക്ക് തന്നെ അറിയാൻ താൻ ചോദിക്കുന്നത് എന്താന്ന്. അല്ലാതെ അന്നേരം വായു വന്നത് എന്ത് ചെയ്തതല്ല, കയറി ചോദിച്ചൊന്നുമല്ല. നാളുകളായിട്ട് ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സ്വപ്നമാണ്. ഐ നീഡ് ദ ഡബിൾ പോർഷൻ ഓഫ് ദി അനോയിന്റിങ് ഓഫ് മൈ മാസ്റ്റർ. എൻ്റെ യജമാനൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. അത് വെളിപ്പെടുത്താനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ അവനറിയായിരുന്നു അവൻ എന്നെ ചോദിക്കുന്നതെന്ന് തന്നെ അറിയാം. അതിനുള്ള യോഗ്യതയും അർഹതയും അവൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അവനറിയാം. അവൻ ചോദിക്കുക, നിന്റെ ആത്മാ, ദ ഡബിൾ പോർഷൻ ഓഫ് യുവർ അനോയിന്റിങ്, ഇഫ് യു കണ്ടിന്യൂ ടു പെർസ്യൂ മീ, നീ എന്നെ പിന്തുടരുന്നെങ്കിൽ നിനക്കത് പ്രാപിക്കാനായിട്ട് സാധിക്കും.
ഇന്ന് പകൽക്കാലം ഞാൻ ഈ വാക്കുകളിൽ മാത്രം നിന്ന് എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുക. ദ ഡബിൾ പോർഷൻ. കർത്താവേ, അതങ്ങനെ ചുമ്മാ ഒന്നും ചോദിച്ചാൽ കിട്ടുന്നൊരു കാര്യമല്ല. അങ്ങനെയുള്ള ജീവിതം നയിച്ചുകൊണ്ടായിരിക്കണം നീ ചോദിക്കേണ്ടത്. എന്നാ വേറെ ആർക്കും അത് ചോദിക്കാനുള്ള സെയിം ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഇതേ അവസരം തന്നെ കിട്ടിയതാ ഇല്ലേ? എല്ലാവരും അറിഞ്ഞതാ ഏലിയാവിനെ ചുഴലിക്കാറ്റി എടുത്തുള്ള ദൈവം എടുക്കാൻ പോവുക എന്നുള്ളത്. ഗിൽഗാലിലെ ശിഷ്യന്മാർക്ക് അറിയായിരുന്നു. കാരണം അവരല്ലേ വന്ന് ചോദിക്കുന്നു, നിൻ്റെ യജമാനെ ഇന്ന് തലയ്ക്ക് നിനക്ക് അറിയത്തില്ലയോ? പക്ഷെ അവർക്ക് ആർക്കും അങ്ങനൊരാഗ്രഹമില്ലായിരുന്നു. I want to continue the mission what my master started. എൻ്റെ യജമാനൻ ആരംഭിച്ച, എൻ്റെ ഗുരു ആരംഭിച്ച ശുശ്രൂഷ എനിക്ക് തുടരണം. And I need the double portion of his anointing. എനിക്കറിയാം അല്പം കഴിയുമ്പോഴത്തേന് എൻ്റെ കാലം കഴിയും. പക്ഷെ if there is anybody who prays for a double portion, കർത്താവേ, ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി തന്ന ദൈവദാസനിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ഞാൻ ചെയ്തതിനേക്കാൾ വലുത് ജയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി തരും. ദൈവത്തിൻ്റെ പ്രസാദം ദൈവം നിങ്ങളുടെ മേൽ നൽകി തരും. എവരിബഡി, എല്ലാവരും അറിഞ്ഞു ഏലിയാവ് പോകുകയാണെന്നുള്ള വിവരം. ഗിൽഗാലിലെ ശിഷ്യന്മാരറിഞ്ഞു, ബേഥേലിലേതറിഞ്ഞു, എരിഹോവിലേതറിഞ്ഞു, യോർദാനിലെ ശിഷ്യന്മാരറിഞ്ഞു. ബട്ട് ഓൺലി വൺ, ഒറ്റ ഒരുത്തനെ ഈ ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഒറ്റ ഒരുത്തം മതിയെന്ന്. ഒരുത്തം മതി, ഒത്തിരി ഒന്നും വേണ്ട. ദർശനമുള്ള, ആത്മഭാരമുള്ള, ദൈവശബ്ദം കേൾപ്പാൻ മനസ്സുള്ള ഏലിയാവിനെ പോലെ to walk in the will of God and in the ways of God, ദൈവത്തിൻ്റെ ആലോചന പ്രകാരവും ദൈവത്തിൻ്റെ വഴികളിൽ നടപ്പാൻ മനസ്സുള്ള ഒറ്റ ഒരുത്തൻ മതി. അവനിലൂടെ ദൈവം ചെയ്തത് വലിയ കാര്യങ്ങളായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. How many of you will pray for that? എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. I need the double portion. ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്ന അപ്പച്ച. And when you get that blessing, ആ അനുഗ്രഹം നിനക്ക് ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി you will be positioned in that place. നീ ആ സ്ഥാനത്തേക്ക് തനിയെ ഉയർത്തപ്പെടും. നിന്റെ യജമാനൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരിക്കും നീ പ്രാപിച്ചതായ ആ ഡബിൾ പോർഷൻ, ആ ഇരട്ടി ആത്മശക്തി. 3, ദാറ്റ്സ് യുവർ റിവാർഡ്. നീ യജമാനന് വേണ്ടി കഷ്ടപ്പെട്ടത്, സഹിച്ചത്, വിട്ടത്, വെറുത്തത്, അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി അവന് നഷ്ടമായി. പക്ഷെ വെറുതെ ആയില്ല, ദൈവം അവനെ മാനിക്കുക തന്നെ ചെയ്തു. ഈ ഭാഗം ചുമ്മാ പറഞ്ഞ് വായിച്ചേച്ചങ്ങ് പോകരുത്. ഏതാ? ഇരട്ടി ആത്മാവിനെ അവൻ ചോദിച്ചതിൻ്റെ പുറകിലെ രഹസ്യം മനസ്സിലാക്കിയിട്ട് അവൻ ചോദിച്ച്. He knew what it is. അതെന്തുവാണെന്ന് അവൻ എന്ത് ചെയ്യാമായിരുന്നു? അറിയാമായിരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിനോട് വല്ലതൊക്കെ ചോദിക്കുന്നതിന് മുൻപ് എന്തുവാ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നീ ചോദിക്കുക. ദൈവനിച്ച ഭാഗങ്ങളിൽ തന്നെ ആയിരിക്കും വീണ്ടും നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഡബിൾ പോർഷൻ നോക്കാം. അത് പ്രാപിച്ച അവൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു? തൻ്റെ ഗുരു ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ശുശ്രൂഷ. ഞാൻ അവിടെ നിന്നൊരു കാര്യം കൂടെ പറയാം. ഏലിയാവ് ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആര് ചെയ്തു? എലിശ ചെയ്തു. പക്ഷേ മറുമലയിൽ അവനെ കണ്ടില്ല കേട്ടോ. ഏലിയാവ് ചെയ്തതിനേക്കാൾ വലിയ ശുശ്രൂഷ, അതിൻ്റെ ഇരട്ടി ആത്മാവോടെ ശുശ്രൂഷ ഇവനെയും ദൈവം എന്ത് ചെയ്തില്ല? ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ടൊന്നും പോയില്ല. എലിശ എങ്ങനെ മരിച്ചെന്നറിയാമോ? ദീനം പിടിച്ച എലിശ ചത്തേ. ബൈബിളുണ്ട്. എലിശ എങ്ങനെ മരിച്ചേ? ദീനം പിടിച്ച.
അതിനെ അങ്ങനെ കർത്താവ്, നമ്മൾ വിചാരിച്ചല്ലോ ഏലിയാവ് ഇത്രയും ശുശ്രൂഷ ചെയ്ത ഏലിയാവിനെ ഇങ്ങനെ എടുത്തെങ്കിൽ ഇവനെ എന്ത് ചെയ്യണം, അതിനേക്കാൾ അപ്പുറം അല്ലേ, അവന് അല്ലേ, അവന് 1000 രഥങ്ങളെ വിട്ടുകഴിഞ്ഞാൽ വെച്ചാൽ ഇവന് വേണ്ടി 10,000 എന്ത് ചെയ്യണം? നോ നോ, നിൻ്റെ അന്ത്യം എന്തായിരിക്കണമെന്ന് സ്വർഗമാ തീരുമാനിക്കുന്നത്. നിനക്ക് ലഭിക്കുന്ന അത്രയും അവസരം വിശ്വസ്തയോടെ ജീവിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളൊരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ ഓടുന്നവരാണ്. ആ ലക്ഷ്യം ഭൂമിയിൽ എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല, ഇവിടെ എന്തെങ്കിലും വാരിക്കൂട്ടുക എന്നുള്ളതല്ല, ഇവിടെ എന്തെങ്കിലും വെട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല. ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അങ്ങയിൽ നിന്ന് പ്രാപിക്കേണ്ട ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഈ ശുശ്രൂഷ തുടരുവാൻ, ഞങ്ങളുടെ യജമാനൻ ആരംഭിച്ച ശുശ്രൂഷ തുടരുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപയുടെ ഇരട്ടിപ്പങ്ക് ചോദിച്ചു വാങ്ങി ഈ നാളുകൾ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചോദിക്കുന്നവർക്ക് കൊടുക്കുമല്ലോ, അതെത്ര പ്രയാസമുള്ളതാണെങ്കിലും അങ്ങ് കൊടുക്കുമല്ലോ. ഇന്ന് പകൽക്കാലം അപ്പാ ഞങ്ങളതിനു വേണ്ടി കെഞ്ചുന്നു. ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇരട്ടി ആത്മശക്തിയോടെ ഈ ശുശ്രൂഷ തുടരുവാൻ ചില ഏലിശമാരെ നീ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി എന്ന് വരാതിരിപ്പാൻ, ഇത് കെട്ടുപോകാതിരിപ്പാൻ, പട്ടുപോകാതിരിപ്പാൻ എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണമെന്ന് ദാഹത്തോടെ വാഞ്ചയോടെ പിൻപറ്റുന്നൊരു തലമുറയെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കും, ആശീർവദിക്കും, നന്മകളെ കൊണ്ട് നിറയ്ക്കും. മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ചാണ് നിലവും സകല നന്മകളാലും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഭൂലോകങ്ങളെ സകല വിശുദ്ധന്മാരുടെ മേലും രോഗികളും ബലഹീനരുമായിരിക്കുന്നവരുടെ മേലും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.